ഹായ്. മാർക്ക് ട്വെയിൻ എന്ന പ്രസിദ്ധ അമേരിക്കൻ നോവലിസ്റ്റും കഥാകാരനും അദ്ദേഹത്തിൻ്റെ നർമ്മരസപ്രധാനമായ ഒരു ഷോർട്ട് സ്റ്റോറി എ ടെലഫോണിക് കോൺവെർസേഷൻ, ബികോം BBA ക്കാർക്കുള്ള ഈ കഥയുടെ സമ്മറി നമുക്ക് നോക്കിയാലോ? നോക്കൂ. എ ടെലഫോണിക് കോൺവെർസേഷൻ by Mark Twain. Mark Twain's short story, A Telephonic Conversation, humorously explores the novelty and confusion of using a telephone during its early days. മാർക്ക് ട്വെയിൻ്റെ ഇപ്പറഞ്ഞ ചെറുകഥ അതിൻ്റെ ആദ്യകാലങ്ങളിൽ ഒരു ടെലഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ പുതുമയും ആശയക്കുഴപ്പവും നല്ല തമാശ രൂപേണ അവതരിപ്പിക്കുന്നു. It is written as a one-sided monologue. The story captures the fun and amusement of a woman speaking on the phone. ഫോണിലൂടെ സംസാരിക്കുന്ന ഒരു വനിതാ കഥാപാത്രത്തിൻ്റെ മാത്രം സംഭാഷണം ഒരു മോണലോഗ് ആയിട്ടാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ഒരു സ്ത്രീ ഫോണിൽ സംസാരിക്കുന്നതിൻ്റെ നർമ്മരസവും തമാശയുമാണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. During the event, her side of the conversation is overheard by the narrator. ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ കഥാപാത്രത്തിൻ്റെ സംഭാഷണത്തിൻ്റെ ഭാഗം നമ്മുടെ കഥാകാരൻ കേൾക്കാനിടയാവുന്നു. അത്ര തന്നെ. The story unfolds with the woman trying to communicate with someone over the phone. ആരോടോ ഫോണിലൂടെ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിൽ നിന്നാണ് കഥയുടെ ചുരുൾ അഴിയുന്നത്. ഇറ്റ് റിവീൽസ് ഹർ ലാക്ക് ഓഫ് ഫെമിലിയാരിറ്റി വിത്ത് ദ ടെക്നോളജി. പുതിയ സാങ്കേതിക വിദ്യയുമായി അവർക്കുള്ള പരിചയക്കുറവ് അത് നന്നായി വെളിപ്പെടുത്തുന്നുണ്ട്. ഹർ ഫ്രാഗ്മെന്റഡ് and seemingly nonsensical statements due to the absence of the other speaker's responses create a comic effect. ആ സ്ത്രീ കഥാപാത്രത്തിൻ്റെ മുറിച്ചുള്ള അസംബന്ധമെന്ന് തോന്നിക്കുന്ന പ്രസ്താവനകൾ ടെലഫോണിൻ്റെ അങ്ങേ തലയ്ക്കുള്ള സ്പീക്കറുടെ പ്രതികരണങ്ങളുടെ അഭാവം കാരണം ഒരു നല്ല കോമഡിയായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. The woman struggles with the poor sound quality and mishears words. ടെലഫോണിലൂടെ വരുന്ന ശബ്ദമാണെങ്കിൽ നന്നായി കേൾക്കാനൊട്ട് കഴിയുന്നുമില്ല. മാത്രമല്ല അവർ കേൾക്കുന്നതൊക്കെ തെറ്റായിട്ടും. അങ്ങനെ അവരുടെ കഷ്ടപ്പാട് നമുക്ക് നന്നായി രസകരമായി കാണാൻ സാധിക്കും. She accidentally gives the listener a strangely disjointed account of her conversation. അവർ യാദൃശ്ചികമായി അവരുടെ സംഭാഷണത്തിൻ്റെ വിചിത്രമായ മുറിഞ്ഞുള്ള ഒരു വിവരണം കേൾവിക്കാർക്ക് നൽകുന്നു. മാർക്ക് ട്വെയിൻ ക്യാപ്ചേഴ്സ് ഹെർ ഇൻക്രീസിംഗ് ഫ്രസ്ട്രേഷൻ ഡ്യൂറിങ് ദിസ് ടൈം. ഈ സമയത്തുള്ള അവരുടെ വർദ്ധിച്ചു വരുന്ന നിരാശയെ മാർക്ക് ട്വെയിൻ വളരെ നന്നായി ഒപ്പിയെടുക്കുന്നുണ്ട്. ട്വെയിൻസ് നാരേറ്റീവ് ഹൈലൈറ്റ്സ് the absurdity of early telephone communication, particularly how it sounded to an outside observer. ടെലഫോണിലൂടെയുള്ള ആദ്യകാല ആശയവിനിമയത്തിൻ്റെ അസംബന്ധത്തെ പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഈ കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് അതെങ്ങനെ തോന്നി എന്നതിനെ മാർക്ക് ട്വെയിൻ്റെ ഈ ആഖ്യാനം വളരെ നന്നായി എടുത്തു കാണിക്കുന്നുണ്ട്. The humor comes from the woman's stream of consciousness delivery, her irritation, and the unintended misunderstandings that occur. ആ സ്ത്രീ കഥാപാത്രത്തിൻ്റെ ബോധധാര ആഖ്യാനം അവരുടെ അക്ഷമയും കോപവും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ എന്നിവയിൽ നിന്നാണ് ഈ കഥയിലെ തമാശ മുഴുവൻ ജനിക്കുന്നത്. Through his humorous portrayal of this new invention, Mark Twain provides a satirical commentary on humanity's adjustment to modern technology. ഈ പുതിയ കണ്ടുപിടുത്തത്തിൻ്റെ ഹാസ്യാത്മകമായ ചിത്രീകരണത്തിലൂടെ ആധുനിക സാങ്കേതിക വിദ്യയോടുള്ള മനുഷ്യന്റെ അഡ്ജസ്റ്റ്മെന്റിന് മാർക്ക് ട്വെയിൻ ആക്ഷേപഹാസ്യത്തിലൂടെയുള്ള ഒരു നല്ല വ്യാഖ്യാനം നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. The story entertains the readers with a lot of laughter and amusement. ഒരുപാട് ചിരിയും വിനോദവും നൽകി അദ്ദേഹം ഈ കഥയിലൂടെ വായനക്കാരെ നന്നെ രസിപ്പിക്കുന്നുണ്ട്. It also provides insight into
the challenges and curiosities that arose as society began embracing revolutionary innovations like the telephone. ടെലഫോൺ പോലുള്ള വിപ്ലവകരമായ പുതിയ കണ്ടുപിടുത്തങ്ങളെ സമൂഹം സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഉയർന്നു വന്ന വെല്ലുവിളികളെയും ആകാംക്ഷകളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചയും ഈ കഥ വായനക്കാർക്ക് നൽകുന്നുണ്ട്. ഇതാണ് എ ടെലഫോണിക് കോൺവെർസേഷൻ എന്ന കഥയുടെ സമ്മറി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. അൻടിൽ ദെൻ, ബൈ ബൈ.